ഹായ് ഫ്രണ്ട്സ്. തലമുടി നരയ്ക്കുക എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് വീട്ടിൽ തന്നെ മുടിയെ നാച്ചുറലായിട്ട് വേരോടെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മറ്റെല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമുക്ക് തലമുടിയിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും. തലമുടി പൊട്ടിപ്പോവുക, കൊഴിഞ്ഞു പോവുക, അകാല നിര സംഭവിക്കുക, ഇതെല്ലാം തന്നെ അത് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് റെമഡികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ മുടി കൊഴിച്ചിൽ മാറാനും മുടി ഫാസ്റ്റായിട്ട് വളരാനും മുടി പൊട്ടി പോകാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്ന ഒരു പിടി കറിവേപ്പില, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത് മൂന്നും ഇപ്പം എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതെല്ലാം കൂടി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നെല്ലിക്കയും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം ഞാൻ ഈ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒരു കപ്പ് അളവിൽ അല്ലെങ്കിൽ 1.5 കപ്പ് അളവിൽ നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ലെമൺ എടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് മാക്സിമം എത്രത്തോളം പേസ്റ്റ് ആക്കാൻ പറ്റും, അതായത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും അത് അത്രത്തോളം നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ അരച്ചെടുത്തത് ഞാൻ നല്ലതുപോലെ ഒന്ന് അരിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് ഈ നെല്ലിക്കയുടെ ആ ഒരു തരിയൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ എല്ലാം തന്നെ നീര് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ദിവസം കുടിച്ചു കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മുടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിന്റെ ദഹനത്തെ സുഗമമാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ദിവസം ഇതുപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മളിപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി വീണ്ടും നമ്മൾ പിറ്റേ അടുത്ത ദിവസം കൂടി അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയനഷ്ടം അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു ഇതിൻ്റെ എല്ലാം നീരൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു ഐസ് ട്രേ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള എല്ലാം നന്നായിട്ട് ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു ബോക്സിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു 2-3 ക്യൂബ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രിങ്ക് റെഡിയാണ് കേട്ടോ. ഇത് നിങ്ങൾ ദിവസവും രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദഹനത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി മുടിയിൽ ഒരുപാട് കാര്യങ്ങൾ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഫുഡിലും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാലാണ് നമുക്ക് മുടിയുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുക. അപ്പൊ ഇതുപോലെയുള്ള ഡ്രിങ്കൊക്കെ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. പുതിയ മുടി വളരാനും മുടി പൊട്ടി പോവാതിരിക്കാനും അകാല നിര സംഭവിക്കാതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഐസ് ക്യൂബ്സ് എല്ലാം ഇതുപോലെ ചെറിയ ബോക്സിലേക്ക് ആക്കിയിട്ട് വീണ്ടും ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത എന്തെന്ന് നോക്കാം. 3 ടീസ്പൂൺ അളവിൽ ഞാൻ ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്നോ അല്ലെങ്കിൽ 2 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പ് എടുത്താലും മതി. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഉണങ്ങിയിട്ടുള്ള ശംഖുപുഷ്പമാണ് കേട്ടോ, വയലറ്റ് ശംഖുപുഷ്പമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയതില്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉള്ള പൂവ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നതാണ് കേട്ടോ. ആ പൂവിന്റെ കളറെല്ലാം വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മളത് എത്രത്തോളം അത് വേണം എന്ന് വെച്ചാൽ പൂവിന്റെ ആ ഒരു കളറൊക്കെ മാറിയിട്ട് അതിൽ ലൈറ്റ് ആയിട്ട് അതിന്റെ കളർ പോയി വെള്ള കളറായി തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ശംഖുപുഷ്പത്തിന്റെ കളറൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മൾ ചേർത്തിട്ടുള്ള അരിയെല്ലാം ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ റൈസും കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം അരിച്ചിട്ട് അതിന് ലിക്വിഡ് മാത്രമാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഈസി ആയിരിക്കും. നമുക്ക് നല്ലൊരു ടോണറാണ് കേട്ടോ. ഈ ഒരു ടോണർ നിങ്ങൾ ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതൊന്ന് മുഖത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റീഫ്രഷിങ്ങും ഉണ്ടാവും. അതേപോലെ തന്നെ സ്കിന്നൊക്കെ നന്ന ബ്രൈറ്റ് ആവാനും പിന്നെ നമ്മളൊന്ന് ആ സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പും കൂടി ചെയ്ത് കൊടുക്കുക. ഫേസൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ടാൻ റിമൂവ് ആവാനും സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോണർ കൂടിയാണ് കേട്ടോ. സ്കിൻ ബ്രൈറ്റനിങ് ടോണർ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന റൈസാണ് കേട്ടോ. ഞാൻ അതിൽ നിന്ന് ആ പൂക്കളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ റൈസ് മാത്രമാക്കി വെച്ചതാണ്. അപ്പോൾ ഹാഫ് ആയിട്ടുള്ള വേവേ ഉള്ളൂ ഈ റൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത്
ഒരു ഉരുളക്കിഴങ്ങാണ്. ഞാൻ ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇപ്പോൾ എടുത്തുള്ളത്. അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് രൂപത്തിലാവുന്നവരെ അരച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോണർ ഉപയോഗിച്ചാൽ തന്നെ അറിയാലോ, നമ്മുടെ ഓയിലി സ്കിന്നിനെയൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മളിപ്പോൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ടോണർ. അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടാനൊക്കെ നിങ്ങൾക്ക് ഒറ്റ തവണ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ടാൻ റിമൂവ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കിന്ന് ബ്രൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ സ്കിന്നിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങും. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല രീതിയിൽ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു തവണ ഉപയോഗിച്ച സമയത്ത് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ശംഖുപുഷ്പം ഒരിക്കലും വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. ഇതുപോലെ ഓരോ പാക്കൊക്കെ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന വേദനയും അതേപോലെ തന്നെ ഉറക്കക്കുറവ്, വയറുവേദന, തലവേദന ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വീട്ടിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ദിവസവും കഴിക്കാവുന്ന ഒന്നാണ് ഈ ഒരു മരുന്ന്. അതിനായിട്ട് ഞാൻ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ജീരകം എടുക്കുന്നുണ്ട്. അത് ഒരു ചെറിയ ഉരലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ എടുക്കുന്നത് ഏകദേശം അതേ അളവിൽ തന്നെ കുരുമുളക്, ഏകദേശം അതേ അളവിൽ തന്നെ അയമോദകവും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. ചതച്ചെടുക്കണം. നിങ്ങൾക്ക് പൊടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പൊടിക്കാം. മിക്സി ജാറിലിട്ട് പൊടിക്കാൻ പറ്റുന്നത് അങ്ങനെ പൊടിക്കാം. ഇത് കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഉരലിലിട്ട് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് 1.5 പീസ് അളവിൽ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അലിയിപ്പിച്ചെടുത്തുള്ള ഈ ഒരു ശർക്കര പാനിയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ജീരകം, ചെറിയ ജീരകം, ഓമം, കുരുമുളക് ഇത് മൂന്നും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടോ. ഇത് നമ്മുടെ ശരീരത്തിൽ ഏത് തരത്തിലുള്ള എന്താ കെട്ടിക്കിടക്കുന്ന അഴുക്കും ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും വയറുവേദന ഇല്ലാതാക്കാനും പിന്നെ അതേപോലെ തന്നെ വയറിൽ പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും. ചുമ ഉണ്ടെങ്കിൽ അത് മാറാനും കഫക്കെട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കും കേട്ടോ. ഇത് നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അല്പം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, നല്ലതുപോലെ ചൂടുള്ള വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ദിവസം ഏത് ടൈമിൽ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് കുടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വയറുവേദന ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സഹായിക്കും. വയറിൽ പുണ്ണുണ്ടെങ്കിൽ അത് മാറുന്നതാണ്. അതേപോലെ തന്നെ ജലദോഷം, ചുമ, കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ ആശ്വാസം കിട്ടുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് ഏത് പ്രായക്കാർക്കും കുടിക്കാവുന്നതാണ്, ഏത് സമയത്തും കുടിക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ദിവസവും കുടിക്കുക. നിങ്ങൾക്ക് എന്തായാലും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒന്നല്ലേ, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. ട്രൈ ചെയ്തു. നരച്ച തലമുടിയെ നമുക്ക് കറുപ്പിക്കാനായിട്ട് പല എളുപ്പ മാർഗ്ഗങ്ങളുണ്ട്. എന്നാൽ അതിൻ്റേതായ ഒരു സൈഡ് എഫക്റ്റുകൾ അനുഭവിക്കുന്നവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഒന്ന് അതിനെ പൂർണ്ണമായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ടുള്ളൊരു മെത്തേഡാണ്. ഞാൻ 2 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം വെച്ചാൽ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ ഞാൻ ചായപ്പൊടി ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ അത് തിളപ്പിച്ച് അതൊന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുള്ള ചായയാണ് കേട്ടോ. അതിൻ്റെ തരിയൊന്നും വരാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക. ഞാൻ ഈ അരിച്ചൊഴിക്കുന്നതും ഇരുമ്പിൻ്റെ കടായിലേക്കാണ് കേട്ടോ. ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത ഇരുമ്പിൻ്റെ പാത്രം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം എടുക്കുന്നത് വെച്ചാൽ പ്രധാനമായിട്ടും അയണിൻ്റെ കണ്ടൻറ്റ് അതിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടുത്ത് ചെയ്യുന്നത് ഒരു വെറ്റിലെടുക്കുന്നുണ്ട്. 2-3 വെറ്റിലെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ചെറിയ ഉരലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കട്ടൻ ചായ വെച്ചിട്ടുള്ള ചീനച്ചട്ടി ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ ഇതിൻ്റെ ഈ വെറ്റിലയുടെ നീര് മാത്രം പിഴിഞ്ഞൊഴിക്കുകയാണ്. വെറ്റിലയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ പുതിയ മുടി വളരാനും
മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി മുടി ഫാസ്റ്റായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനും കൂടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ കട്ടൻ ചായയായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കട്ടൻ ചായക്കും ഒരു പൊതുവേ നമ്മുടെ മുടിക്ക് കറുപ്പ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു നൈറ്റ് മുഴുവൻ മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുക. അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മുടി സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുടി കറുത്ത് വരുന്നതാണ്. ഒരു കെമിക്കൽ ഉപയോഗിക്കാത്തതിന് നിങ്ങൾക്ക് കുറച്ച് സമയം മാത്രം നിങ്ങളതിന് കൊടുക്കണം. അത് ഒന്ന് തലയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നതിന് വേണ്ടിയിട്ട്. 1-2 ദിവസം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ. തുടർച്ചയായിട്ട് കുറച്ച് ദിവസം നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടി വരും. ഒരാഴ്ച നിങ്ങൾ ചെയ്യുന്ന സമയത്തിന് മുടിയിൽ നല്ല രീതിയിൽ കളർ മാറ്റം വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കളർ മാറി വന്നിട്ടുള്ള മുടി പിന്നീട് ഒരിക്കലും തന്നെ നരച്ച് പോവില്ല. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന മുടി ഒരിക്കലും നരച്ചതായിട്ടും വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.